നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ പതിവുപോലെ ഞാൻ ചന്ദ്രസേനൻ, എന്നോടൊപ്പം അനീഷ് തകഴിയൻ. ഞങ്ങൾ രണ്ടുപേരും തന്നെ സ്ഥിരമായിട്ട് ഫോർ ദ പീപ്പിൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ പലരും അത് സമയത്ത് കാണുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഇതിനകത്ത് നമ്മൾ രാഷ്ട്രീയം അങ്ങനെ അധികം ചർച്ച ചെയ്തിട്ടില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല, തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. പൊതുവായ ചില പ്രശ്നങ്ങളിലായിരുന്നു പ്രവാസി ഭാരതി എന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്, അല്ലേ? പ്രത്യേകിച്ചും പ്രവാസികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് അതിന് തന്നെ നമ്മൾ ഒരുപാട് പഴി കേൾക്കുന്നുണ്ട്. ഇപ്പോഴ് ഒരു പൊതുവായ വിഷയം ചർച്ച ചെയ്യാമെന്ന് മനസ്സിൽ തോന്നിയത് കുറേ ദിവസങ്ങളായി ഇങ്ങനെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതാണ്. സാധാരണഗതിയിൽ റോഡ് അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോഴാണ്. നമ്മുടെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടി തുടങ്ങിയത് അതായിരുന്നു, ട്രാഫിക് സിഗ്നലുമായിട്ട് ബന്ധപ്പെടാം. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമിത വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ അതിൻ്റെ ആഘാതവും വളരെ വലുതായിരിക്കും. വേഗത കൂടുന്നതനുസരിച്ച് അതിൻ്റെ മൊമെൻറ്റം കൂടും, അതനുസരിച്ച് ആഘാതം കൂടും. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും ട്രാഫിക് സിഗ്നലുകളിലാണ്. അപ്പം ഞാൻ ഒരു അടുത്ത കാലത്തൊരു വണ്ടി വാങ്ങിച്ചിട്ട് അതൊരു 3 മാസം വരെ നമ്മൾ വളരെ പൊടിയൊക്കെ തുടച്ച് വളരെ കൃത്യമായിട്ട് കൊണ്ടുപോയി. ആദ്യമായിട്ട് എനിക്കൊരു ഇടി ആ വണ്ടിയിൽ കിട്ടുന്നത് ഒരു ട്രാഫിക് സിഗ്നലിൽ നിന്നുകൊണ്ടാണ്. കാരണം സിഗ്നലിൽ ചുവപ്പ് കിടക്കുന്നു, മറ്റൊരു സ്ഥലത്തും അല്ല, തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങര സിഗ്നൽ നമ്മൾ കാത്തിരിക്കുകയാണ്, അക്ഷമരായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ബാക്കിൽ നിൽക്കുന്ന ഒരു മഞ്ഞയാവുമ്പോഴേ ഇങ്ങനെ പയ്യന്മാർ റൈസ് തുടങ്ങും. അങ്ങനെ റോങ് വഴി ഒരു പയ്യൻ വന്ന് കയറി എൻ്റെ വണ്ടിയിലെ ഫ്രണ്ടിലും പിടിച്ചു. 3 മാസമായിട്ടുള്ള വണ്ടി, വെള്ളവണ്ടി, അത് കംപ്ലീറ്റ് ചീത്തയായി. അപ്പോൾ അവിടെ പോലീസ് ഉള്ളതുകൊണ്ട് പോലീസ് അപ്പോൾ തന്നെ അവനെ വിളിച്ച് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. നമുക്ക് കേസൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സിഗ്നലുകളിൽ ഇങ്ങനെ അപകടം ഉണ്ടാക്കുന്നതിന് കാരണം ഒന്ന്, ഈ നമുക്ക് പോകാനുള്ള വ്യഗ്രത, അമിത വേഗത, പോകാനുള്ള വ്യഗ്രത. മറ്റൊരാൾ പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പച്ച കിട്ടിയാൽ ഇവിടെ നമ്മളങ്ങ് ചാടുകയാണ്. അപ്പം മറ്റ് ആരെങ്കിലും അവിടെ സൈഡിലുണ്ടോ ഇല്ലയോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് ഒന്ന്. 2, ഇതിൻ്റെ പ്രധാന കാരണമായി ഞാൻ കാണുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞാൽ, ഈ ട്രാഫിക് സിഗ്നലുകളിൽ പലപ്പോഴും ഭിക്ഷാടനം വളരെ വളരെ കടുത്ത രൂപത്തിൽ നടക്കുന്നുണ്ട്. പോരാത്തതിന് ചെറിയ കച്ചവടവും. ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇത് ഒരുമിച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇത്. ഒന്ന്, ഭിക്ഷാടനത്തിന് വേണ്ടി വരുന്നവരാണ്. അവർ കയ്യിലൊരു കുഞ്ഞുണ്ടാവും. നേരത്തേക്ക് അവർ റോഡിൽ ഒരറ്റത്തിരുന്നിട്ട് ഭിക്ഷ യാചിച്ചിരുന്നത് ഇപ്പം ട്രാഫിക് സിഗ്നലുകളിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഏകദേശം ഒരു 10, 25, 30 വാഹനങ്ങൾ ഇങ്ങനെ ഒറ്റയടിക്ക് കിടക്കും. ഈ 40 വാഹനങ്ങളെയും 30 വാഹനങ്ങളെയും ഇവർ സമീപിക്കാനുള്ള ഇവരെ വ്യഗ്രതയുണ്ട്. ഈ പച്ച വരുന്നതിന് തൊട്ട് മുമ്പാണ് ആൾക്കാരൊന്നാകത് പോകാനുള്ള തിടുക്കത്തിലാണ് നിൽക്കുന്നത്. അതിനിടയിലാണ് ഇവർ വരുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെയും കയ്യിലേറ്റിക്കൊണ്ട്. പോരാത്തതിന് വിൽക്കാനായിട്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളും കയ്യിൽ വെച്ചേക്കും. പിന്നെ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഇപ്പോൾ കണ്ടത്, ഒരാൾ ഒരു തുണിയും ഒരു ബ്രഷുമായിട്ട് നിൽക്കും. നമ്മളിവിടെ ചവിട്ടി നിർത്തി കഴിഞ്ഞ ഉടനെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് വരികയാണ് എന്തെങ്കിലും മാറ്റം. ആ ഒരു 3 മിനിറ്റിനകത്ത് എന്ത് വാഷ് ചെയ്യാനാണ്? മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ പറയും വേണ്ട, ഇത് വാഷ് ചെയ്ത വണ്ടിയാണെങ്കിൽ വേണ്ട, ലൈറ്റ് ഇപ്പോൾ തെളിയും എന്തെങ്കിലും തരണം സാർ. അപ്പോൾ ഇത് വൻ അപകടങ്ങൾക്ക് കാരണമാക്കുന്നു. തീർച്ചയായിട്ടും. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടത്, ഈ ഒരു ഭിക്ഷാടനത്തിന് വന്നൊരു സ്ത്രീ ഒരു വണ്ടി കഴിഞ്ഞിട്ട് അടുത്ത വണ്ടിയുടെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ പച്ച വന്നു. ബാക്കിലൊന്നും ഒരു വണ്ടിക്കും പോകാൻ നിർത്തിയില്ല. ഇവർക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോഴൊക്കെ ബൈക്കുകാർ ബാക്കിൽ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കും, ഭയങ്കരമായിട്ട് റേസ് ചെയ്യുകയും ചെയ്യണം. ഇത് അധികാരികളാരും കാണുന്നില്ലേ? അങ്ങനെ ഒരു ട്രാഫിക് സിഗ്നൽ നിർത്തിയിരിക്കുന്ന 10, 30, 40 വണ്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ഭിക്ഷാടനക്കാർ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. മറ്റു ജില്ലകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ നേരിട്ട് കണ്ട തിരുവനന്തപുരത്താണ്. ഒന്ന് അട്ടക്കുളങ്ങര, മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള സ്ഥലം ഈഞ്ചക്കൽ. ഇവിടെ എല്ലാം ഇവരുണ്ട്. ഇവരുടെ ഒരു സജീവ സാന്നിധ്യമുണ്ട്. പടയായിട്ട് തന്നെ, ഒരു ഐറ്റം അല്ല. പേന കൊണ്ട് നടക്കുന്നവർ, ബ്രഷ് കൊണ്ട് നടക്കുന്നവർ, മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ വണ്ടിയിൽ സൈഡിൽ വെക്കുന്ന സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. ഇതെന്തുകൊണ്ടാണ് അധികാരികൾ ഒരുപാട് അപകടങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നു, യാത്രയ്ക്ക് തടസ്സമാകുന്നു. യഥാർത്ഥത്തിൽ ഈ പാവങ്ങളെ മാറ്റി നിർത്തണമെന്നല്ല നമ്മൾ പറയുന്നത്. ഇതിനെന്താണ് ഒരു പരിഹാരം? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിന് അപ്പുറത്തേക്കുള്ള സിഗ്നലൊന്നും ഇല്ല. മാക്സിമം 60 സെക്കൻഡ്, 1 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 90 സെക്കൻഡ് ഒക്കെ മാക്സിമം. അതിനപ്പുറത്തേക്ക് പോകാറില്ല. അപ്പൊ അതിനിടയിലാണ് ഈ കച്ചവടവും ഇത്രയും ആൾക്കാരെ സമീപിക്കുന്നതും ഒക്കെ. രണ്ടാമത്തെ കാര്യം, ഇതെല്ലാം തന്നെ ട്രാഫിക് സിഗ്നലുകളിലാണ്. അവിടെ ഒരു ട്രാഫിക് പോലീസ് ഉണ്ട്, അവിടെ AI ക്യാമറ ഉണ്ട്, എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട്. ഈ റോഡിൽ ഭിക്ഷാടനം അല്ലെങ്കിൽ ചെറിയ കച്ചവടങ്ങളെല്ലാം തന്നെ നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. നടു റോഡിൽ
പിന്നെ എന്തുകൊണ്ട് ഇവർ നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, നമ്മുടെ നാട്ടിൽ ബാലാവകാശ കമ്മീഷനുണ്ട്, ശിശുക്ഷേമ സമിതിയുണ്ട്, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ, കൊട്ടടിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ അല്ലാതെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ അവകാശവുമായി ബന്ധപ്പെട്ട് എത്ര സ്ഥാപനങ്ങളുണ്ടെന്നറിയാം. എത്ര സ്ഥാപനങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖം പ്രക്ഷേപണം ചെയ്യാൻ സമീപിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒട്ടനവധി സംഘടനകളും സംവിധാനങ്ങളും മിഷനുകളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് അവകാശം ഇല്ലേ? ഈ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ കേരളത്തിലുള്ളവരായിരിക്കണമെന്നില്ല, എങ്കിലും നമ്മൾ വലിയ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വിശേഷണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നവോത്ഥാന കേരളത്തിലെ ശിശുക്ഷേമ സമിതി, ബാലാവകാശ കമ്മീഷൻ ഇവരൊന്നും ഈ കുഞ്ഞുങ്ങളെ കാണുന്നില്ല? കാരണം നടു റോഡിൽ നട്ടുച്ചയ്ക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മിക്കവാറും കൈക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടായിരിക്കും ഇവരെല്ലാവരും വന്ന് ഈ കച്ചവടം നടത്തുന്നതും ഭിക്ഷ യാചിക്കുന്നതും. ആ കുഞ്ഞുങ്ങൾ അവരുടേതാണോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ എവിടെ നിന്ന് വരുന്നു? ആ കുഞ്ഞുങ്ങളായിട്ടുള്ള ഭിക്ഷാടനം തന്നെ നിരോധിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം അധികാരികൾ ചെയ്യേണ്ടതല്ലേ? പിന്നെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിന് ഇപ്പം തിരുവനന്തപുരത്തെ കാര്യം നമുക്കറിയാവോ? തീർച്ചയായിട്ടും ഈ പരിപാടി കാണുന്ന നമ്മുടെ മറ്റ് ജില്ലയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവർ തീർച്ചയായിട്ടും ആ സ്ഥലങ്ങളും സ്പോട്ട് ചെയ്യണം. അത് കൃത്യമായിട്ട് ഇതിൽ കമന്റ് ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കിതൊരു അധികാരികളുടെ മുമ്പിലുള്ള നമ്മുടെ ഒരു നിർദ്ദേശം തന്നെയാണ്. ഇത് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ. അവിടെ ഇവരുടെ ഒരു വലിയ ആധിപത്യമുണ്ട്. തിരുവനന്തപുരത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പട്ടത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ്. അതെ. പിന്നെ സാറ് പറഞ്ഞ അട്ടക്കുളങ്ങര, ഈഞ്ചക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 15 മിനിറ്റ് ഒക്കെ നമ്മൾ നിൽക്കുന്നു. കാരണം വലിയ വാഹനങ്ങളുണ്ട്. വലിയ ട്രക്കെല്ലാം. ആ ട്രക്കുകൾ മെയിൻ റോഡിലാണെങ്കിൽ സിറ്റിക്കകത്ത് വലിയ വാഹനങ്ങൾ അധികം വല്ല. ഇത് വലിയ ട്രക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി, എത്ര വണ്ടിയുടെ വീതിക്കാണ് ഈ ട്രക്ക് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ട്രാക്കിലൊന്നും കണ്ടെയ്നർ ഇത് വന്ന് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെയാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത്. ഇതിനിടയ്ക്ക് നമ്മളെ ഡോറിൽ വന്ന് ഇവരിങ്ങനെ തട്ടുകയാണ്. എന്തെങ്കിലും കൊടുക്കണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ നമുക്ക് അവിടെ വെച്ച് തുറന്നു കഴിഞ്ഞാൽ ഇത് വരികയാണ്. പിന്നെ ബേക്കിലത്തെ വണ്ടി വന്ന് നമ്മളെ ഇടിക്കുമോ? ബേക്കിൽ ഭയങ്കര ടെൻഷനാണ്. എന്തുകൊണ്ടാണ് അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നത്? നാട്ടുകാർ ശ്രദ്ധിച്ചിട്ടില്ലേ? വണ്ടി ഓടിക്കുന്നവർ. നമുക്ക് ഇവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമുണ്ടായിട്ടല്ല, അവരെ കുറ്റപ്പെടുത്തിയല്ല. പക്ഷേ അത് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അപകടങ്ങൾക്ക് കാരണമാകുന്നു. 2, ഈ വെയിലത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങൾ, ഇന്നിപ്പോൾ ഞാൻ കണ്ടതിൽ നല്ല പൊക്കവും തടിയുള്ളൊരു മനുഷ്യൻ, നല്ലൊരു വലിയ ഹൈറ്റാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പൊടി കുഞ്ഞ് എൻ്റെ കയ്യിൽ. ഒരുപക്ഷെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് ആണല്ലോ ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട്. അല്ല, പിന്നെ കൊച്ചു കുഞ്ഞിന് ആഹാരം വാങ്ങാൻ വേണ്ടി എന്ന രൂപത്തിലല്ലോ. അതൊരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് കുട്ടികളെ കാണുന്നത്. അനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ പിന്നെ ചൈൽഡ് വെൽഫെയർ ഓർഗനൈസേഷൻസ് ധാരാളമുണ്ട്. അവർ ശിശുക്ഷേമ സമിതി ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല. അവരുടെ ഒന്നും തന്നെ ശ്രദ്ധയിൽപ്പെടാത്ത എന്തുകൊണ്ട്? നമ്പർ 1, ഇവരെല്ലാം ഈ റോഡിൽ തന്നെയാണ് പോകുന്നത്. ഇതേ വാഹനം, ഇത് ഗവൺമെന്റ് വണ്ടി ഉൾപ്പെടെയുള്ളതിന് അവർ ചോദിക്കുന്നുള്ളത്. ഈവൻ ബാലാവകാശ കമ്മീഷന്റെ വണ്ടിയിലും വരും ഇത് ഈ അഭ്യർത്ഥനയായിട്ട്. അപ്പൊ ചെറിയൊരു പേനയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ നമ്മൾ ആദ്യം കളിപ്പാട്ടം ഉണ്ടാവും കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേന എന്നൊക്കെ പറഞ്ഞാൽ എഴുതി. ഒരൊറ്റ പേന പോലും ആരും വാങ്ങും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് അവർ ആ പേനയും കൊണ്ട് നിൽക്കുന്നത് കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭിക്ഷാടനം തന്നെയാണ് പരമമായ ലക്ഷ്യം. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ വണ്ടി കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾ പേപ്പറും ഇതുമായിട്ട് വന്നു തുടയ്ക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വേണ്ടി 1 മിനിറ്റ് ഉണ്ടെന്ന് തുടയ്ക്കാൻ. അതുപോലെ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തുകൊണ്ട് വന്നേളൂ, പിന്നെ ഉള്ള പൊടി കിടക്കട്ടെ, നമ്മുടെ വണ്ടിയിലൊക്കെ പൊടി കാണും. അല്ല, എന്നാൽ പിന്നെ എന്തെങ്കിലും തരണം സാർ. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾക്ക് തന്നത് എന്നും തരാൻ പറ്റും നമുക്ക്. അപ്പോൾ സോറി സാർ പറഞ്ഞു പോകണം. അപ്പോൾ അവർ ഏകദേശം ഈ ഒരു തവണ സിഗ്നൽ അണയുമ്പോഴത്തേക്ക് ഏകദേശം 30 വണ്ടി വരും. അങ്ങനെ ഒരു ദിവസം എത്ര വണ്ടികൾ അവർ, ആയിരക്കണക്കിന് വണ്ടികളാണ് സമീപിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊരു വരുമാനം അവർക്കുണ്ടായിരിക്കും. മാഫിയ എന്നൊരു പ്രയോഗം തന്നെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഇക്കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് അപകടമുണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ സുരക്ഷയ്ക്ക്, നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾക്ക് അത് അത്രത്തോളം ഗുണകരമല്ല. എന്തുകൊണ്ട്? അവിടെ പോലീസുണ്ട്, അതുവഴി കടന്നു പോകുന്ന AMVമാരുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ വണ്ടിയുണ്ട്, ബാലാവകാശ കമ്മീഷൻ്റെയും പിന്നെ പൗരാവകാശ കമ്മീഷൻ്റെയും ഒക്കെ തന്നെ വണ്ടികൾ കടന്നു പോകുന്നുണ്ട്. ഇവരാരും തന്നെ ഇതേവരെ ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ ഒരു ആംബുലൻസ് കടന്നു വന്നാൽ എന്തായിരിക്കും പെട്ടെന്ന് സംഭവിക്കുന്നത്? കാരണം ഈ സിഗ്നലുകളെല്ലാം പെട്ടെന്ന് ഓഫാക്കി ഈ ആംബുലൻസിനെ കടത്തിവിടാനാണ് അവിടെ നിൽക്കുന്നത് എല്ലാവരും ശ്രമിക്കുന്നത്. ആ സമയത്താണ് ഇവർ വന്ന് ചാടുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വിഷയം നമ്മൾ സമർപ്പിക്കുന്നു. അതായത് ഈ ട്രാഫിക് സിഗ്നലുകളിലെ ഭിക്ഷാടനവും അതോടൊപ്പം കച്ചവടവും അത് നിയന്ത്രിക്കണം, അത് നിർത്തലാക്കണം.
അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഒന്നാമത് നമ്മുടെ കേരളീയർക്ക്, കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്, ഒട്ടുമേ ക്ഷമയില്ല അല്ലേ. ഒരു വാഹനം നിർത്താൻ പിന്നെ സിഗ്നൽ തന്നാൽ അത് നിർത്തണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ടാണ് നിർത്തുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. മാത്രമല്ല അതിപ്പോൾ ചുവപ്പ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ ആയിക്കഴിഞ്ഞാൽ അപ്പോഴങ്ങ് തുടങ്ങുകയാണ് പോക്ക് അല്ലേ. അപ്പം അങ്ങനെ ക്ഷമയില്ലാതെ പോകുമ്പോൾ നമുക്ക് തന്നെ വാഹനം ഓടിച്ച് പോകാൻ ഭയങ്കര പേടിയാണ്. അതിനിടയിൽ ഈ കുറുകെ ഒരു പറ്റം ആൾക്കാർ വന്ന് നിന്ന് ഈ ഭിക്ഷാടനവും കുട്ടികളെയും കൊണ്ട് നിൽക്കുക, പേന കൊണ്ട് നിൽക്കുക, പെൻസിൽ വിൽക്കാൻ വരിക, ഇതൊന്നും തന്നെ യാത്രയ്ക്ക് ഒട്ടും തന്നെ സുഖകരമല്ല, സുഗമമല്ല. അപ്പം സുഗമമായ യാത്രയ്ക്ക് ഒരവസരം ഒരുക്കേണ്ടത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കിത് ഒഴിവാക്കേണ്ടതാണ്. എന്താണ് ഒഴിവാക്കേണ്ടത്? അതെ, ഇത്തരത്തിലുള്ള ഒരു കച്ചവടം മാത്രമല്ല സാർ, ഇപ്പോൾ എന്തായാലും പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ വന്നിരിക്കുകയല്ലേ. അതെ അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കണം, ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം യാത്ര നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടൊന്നും കുട്ടികളുടെ അവകാശ സംരക്ഷണം നടക്കണം. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ടുള്ളൊരു ഭിക്ഷാടനമൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞുപോയി. നമ്മൾ എത്രയോ തവണ പറയുന്നു ഇന്ത്യ പുതിയ ഇന്ത്യയായി മാറി എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു, കേരളം നവകേരളമാണെന്ന് കേരള സർക്കാർ പറയുന്നു. പക്ഷെ ഇതിനൊക്കെ നമുക്ക് ഇനിയെങ്കിലും ഒരു അറുതി വരുത്തണ്ടേ? തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഏവരും ശ്രദ്ധിക്കണം. അല്ലേ, മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഈ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഭിക്ഷാടനത്തിനൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം സുഖമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റുന്ന തൊഴിൽ രീതികളും അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോജക്റ്റുകളും എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഭിക്ഷ എടുത്ത് ജീവിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട. പിന്നെ അനീഷ് പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുന്നു, ഇത് മലയാളികളല്ല. അല്ല, നമ്മളീ പറഞ്ഞ ഈ ഒരു കൂട്ടം കൂടി ഈ ട്രാഫിക് സിഗ്നലുകളിൽ തടസ്സമുണ്ടാക്കിക്കൊണ്ടുള്ള ഭിക്ഷാടനവും കച്ചവടവും നടത്തുന്നത് മലയാളികളല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ എത്രയോ അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെ കേരളത്തിൽ വന്ന് ജീവിക്കുന്നു, കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ ഒരു വിഭാഗം ഇതിനൊന്നും ജോലി ചെയ്യാൻ വയ്യ, ഞങ്ങൾ ഭിക്ഷാടനം കൊണ്ട് ജീവിക്കൂ എന്ന രൂപത്തിൽ വാശി പിടിക്കുന്നുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നു പ്രതികൂലമായി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക് സിഗ്നലുകളിലെ ഭിക്ഷാടനവും കച്ചവടവും അത് അവസാനിപ്പിച്ചേ മതിയാവും.